ദൈവത്തിന്റെ സ്വന്തം നാട്. ഈയൊരു വിശേഷണം കേൾക്കാത്ത മലയാളികളുണ്ടാവില്ല അല്ലേ? പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഇതൊരു വെറും ടൂറിസം പരസ്യവാചകം മാത്രമാണോ, അതോ ഇതിന്റെ പിന്നിൽ ശരിക്കും എന്തെങ്കിലും കാര്യമുണ്ടോ? ശരി, അപ്പം നമുക്കതൊന്ന് നോക്കാം. അപ്പോ ഈ ഒരു ഉദ്ധരണി നോക്കൂ. ഇതൊരു ടൂറിസം മുദ്രാവാക്യം മാത്രമല്ല, ആഴത്തിൽ ജീവിച്ചെറിഞ്ഞ ഒരു യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണ്. അപ്പൊ സംഭവം ക്ലിയർ അല്ലേ? ഇത് വെറുമൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് അല്ലെന്ന് സാരം. ഇതിന്റെ പിന്നിൽ അതിലും ആഴത്തിലുള്ള എന്തോ ഒന്നുണ്ട്. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: എന്താണ് ഈ ചെറിയ സംസ്ഥാനത്തെ ഇത്രയധികം സ്പെഷ്യലാക്കുന്നത്? എങ്ങനെയാണ് കേരളത്തിന് ഇത്ര വലിയൊരു പേര് കിട്ടിയത്? നമുക്കതിന്റെ കാരണങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. കേരളത്തിന്റെ കഥ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയോ? അതിന്റെ ആ പച്ചപ്പിൽ നിന്നാണ്. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ആ അടിത്തറയിൽ നിന്ന്. ആദ്യമായിട്ട് നമുക്ക് കേരളത്തിന്റെ ഭൂപ്രകൃതി തന്നെ നോക്കാം. ദേ, ഈ കാണുന്ന പോലെ മലനിരകളെ പച്ചപ്പട്ടു പുതപ്പിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങൾ. ഇതൊരു ഒന്നൊന്നര കാഴ്ചയല്ലേ? തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല, കേരളത്തിന്റെ മറ്റൊരു ഐഡന്റിറ്റിയാണ് കായലുകൾ, അല്ലേ? തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ ഇങ്ങനെ വളഞ്ഞുപുളഞ്ഞു പോകുന്ന ഈ വെള്ളക്കെട്ടുകൾ, ശരിക്കും പറഞ്ഞാൽ ഇവിടത്തെ ആളുകളുടെ ജീവിതവുമായി അത്രയധികം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണിത്. അതായത് മൊത്തത്തിൽ നോക്കിയാൽ കേരളം എപ്പോഴും ഒരു പച്ചപ്പ് നിറഞ്ഞ നല്ല ജീവസുള്ളൊരു നാടാണ്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും സമ്പന്നം. ഒരുതരം ജീവനുള്ള ക്യാൻവാസ് പോലെ, അല്ലേ? ഈ പ്രകൃതിയുടെ ഒരു ശാന്തതയുണ്ടല്ലോ, അത് ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തിലും കാണാൻ പറ്റും. സ്ഥിരത എന്നൊരു വാക്കുണ്ട്. അത് സൂചിപ്പിക്കുന്നത് പോലെ പൊതുവെ ശാന്തവും ഒരുതരം സമചിത്തതയൊക്കെയുള്ളൊരു ജീവിത രീതിയാണ് കേരളത്തിലുള്ളവർക്ക്. ശരി, പ്രകൃതിയുടെ കാര്യം നമ്മൾ കണ്ടു. പക്ഷെ അതുമാത്രമല്ല, ഇനി നമുക്ക് കേരളത്തെ ശരിക്കും കേരളമാക്കിയ ചില സാമൂഹിക തീരുമാനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കേരള മോഡൽ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതൊന്നു നോക്കിയേ, 94%. അവിശ്വസനീയമായി തോന്നാം, പക്ഷെ ഇതാണ് കേരളത്തിലെ സാക്ഷരതാ നിരക്ക്. ഇത് വെറുതെ ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. നൂറ്റാണ്ടുകളുടെ ഒരു പഠന സംസ്കാരം തന്നെയുണ്ട് ഈ ഒരു വലിയ നേട്ടത്തിനു പിന്നിൽ. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ആരോഗ്യത്തിന്റെ കാര്യത്തിലും കേരളം ഒട്ടും പിന്നിലല്ല. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഈ പൊതുജനാരോഗ്യ സംവിധാനമില്ലേ, അത് പല വികസിത രാജ്യങ്ങളോടും കിടുപിടിക്കുന്ന ഒന്നാണ്. ഏറ്റവും വലിയ കാര്യമെന്താണെന്നാൽ ഏത് ഉൾനാടൻ ഗ്രാമത്തിൽ ചെന്നാലും ഈ സൗകര്യങ്ങൾ കിട്ടുമെന്നതാണ്. അപ്പോ ഈ ജനങ്ങൾക്ക് മുൻഗണന എന്ന മോഡലിന്റെ പ്രധാന തൂണുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഉയർന്ന സാക്ഷരത. പിന്നെ എല്ലാവർക്കും കിട്ടുന്ന ആരോഗ്യ പരിരക്ഷ. ഭൂപരിഷ്കരണം വഴി പണ്ടത്തെ ആ അസമത്വം ഒരുപാട് കുറയ്ക്കാൻ പറ്റി. ഏറ്റവും പ്രധാനമായി വെറും സാമ്പത്തിക വളർച്ചയ്ക്ക് മുകളിൽ മനുഷ്യന്റെ അന്തസ്സിന് പ്രാധാന്യം കൊടുത്തു. ഇതൊക്കെയാണ് ആ പഴയ ഫ്യൂഡൽ സിസ്റ്റമൊക്കെ പൊളിച്ചെഴുതി എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ കൊടുത്തത്. ഇനി സാമ്പത്തിക കാര്യങ്ങൾ മാത്രം നോക്കിയാ പോരാ. കേരളത്തിന്റെ സാമൂഹിക ഘടന അതും വളരെ സ്പെഷ്യലാണ്. ഒരുപാട് വ്യത്യാസങ്ങൾക്കിടയിലും ഒരു പ്രത്യേക താളം, ഒരു ഹാർമണി ഇവിടെയുണ്ട്. അതിനൊരു പ്രധാന ഉദാഹരണമാണ് ഇവിടത്തെ മതസൗഹാർദ്ദം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരാളുടെ ആഘോഷം മറ്റൊരാളും ആഘോഷിക്കുന്ന കാഴ്ച അത് കേരളത്തിൽ വളരെ സാധാരണമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സ്ത്രീകളുടെ സ്ഥാനം. മറ്റു പല ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് സ്ത്രീകളുടെ സുരക്ഷയുടെയും ശാക്തീകരണത്തിന്റെയും കാര്യത്തിൽ കേരളം ഒരുപാട് മുന്നിലാണ്. ഇതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങൾക്കും അതിൽ വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ മലയാളികൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുണ്ടല്ലോ. ഈയൊരു ഗ്ലോബൽ എക്സ്പോഷർ കാരണം ഇവിടുത്തെ ആളുകൾക്ക് നല്ലൊരു ലോക കാഴ്ചപ്പാടുണ്ട്. പുറത്തുനിന്ന് വരുന്നവരോട് വളരെ ഊഷ്മളമായി തുറന്ന മനസ്സോടെ പെരുമാറുന്ന ഒരു രീതിയും ഇവിടെയുണ്ട്. പക്ഷേ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോഴും ഈ മോഡൽ അങ്ങനെയങ്ങ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ശക്തികൾ തന്നെയാണ് ചില പുതിയ വെല്ലുവിളികൾക്കും കാരണമായത്. അതിനെ നമുക്ക് അഭിലാഷങ്ങളുടെ ഒരു വിരോധാഭാസം എന്ന് വിളിക്കാം. അതെ, ഇത്രയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരളം നേരിടുന്ന ഒരു വലിയ ഘടനാപരമായ വെല്ലുവിളിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഉയർന്ന വിദ്യാഭ്യാസവും അതിനൊത്ത നല്ല ജോലികളും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട്. ഇതാണ് ആ വിരോധാഭാസമെന്ന് പറയുന്നത്. ഒന്നാമത്, ഉയർന്ന വിദ്യാഭ്യാസം കാരണം ഇവിടെ നല്ല കഴിവുള്ള ഒരു തലമുറയുണ്ട്. സ്വാഭാവികമായും അവർക്ക് ഉയർന്ന അഭിലാഷങ്ങളുമുണ്ടാകും. പക്ഷേ പ്രശ്നമെന്താണെന്നാൽ അവരുടെ കഴിവിനും അന്തസ്സിനുമൊത്ത ജോലികൾ ഇവിടെ വേണ്ടത്രയില്ല. അതിന്റെ ഫലമോ നല്ലൊരു ശതമാനം ആളുകളും അവസരങ്ങൾ തേടി പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കുടിയേറ്റം എന്നു പറയുന്നത് പട്ടിണി കൊണ്ടോ നിരാശ കൊണ്ടോ അല്ല, മറിച്ച്
തങ്ങളുടെ കഴിവിനും സ്വപ്നങ്ങൾക്കും ഒത്തൊരു ജോലി തേടിയുള്ള യാത്രയാണ്. അതൊരു അഭിലാഷത്തിന്റെ കഥയാണ്. അപ്പോ നമുക്ക് തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചുവരാം. ഈ പറഞ്ഞ നല്ല കാര്യങ്ങളും വെല്ലുവിളികളുമെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളം ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കാൻ യോഗ്യമാണോ? ഉത്തരം അതെ എന്ന് തന്നെയാണ്. പക്ഷേ അത് കേരളം ഒരു കുറ്റവും കുറവുമില്ലാത്ത നാടായതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യന്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ചതുകൊണ്ടാണ്. ഇവിടെ പ്രകൃതിക്ക് വലിയ വിലയുണ്ട്. ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്. പലതരം സമൂഹങ്ങൾ ബഹുമാനത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു. പിന്നെ ദുർബലരായവർക്കൊരു സുരക്ഷാ വലയവുമുണ്ട്. ഇങ്ങനെയൊരു സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ വിജയം. അപ്പോ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. കേരളത്തിന്റെ ഈ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്തായിരിക്കും? ഒരു സമൂഹം അതിന്റെ ജനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും അന്തസ്സിനും ഒന്നാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ നേടാനാകും എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമല്ലേ കേരളം?